10 ദിവസം നീണ്ടു നിൽക്കുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ഇന്ന് തുടക്കമാവും. 5:30 ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെയാണ് പൊങ്കാല മഹോത്സവം ആരംഭിക്കുക. ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആതിര ചേരുകയാണ്. ആതിര, ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്താൻ ഇനിയിപ്പോൾ അധിക സമയമില്ല, നിമിഷങ്ങളേ ഉള്ളൂ. മായ, തീർച്ചയായും ഈ അനന്തപുരിയിലേക്ക് ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്കാണ് ഏതായാലും ഉണ്ടാകുന്നത്. കാരണം ഇന്നു മുതലാണ് ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ആരംഭിക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൊങ്കാല മഹോത്സവത്തിനാണ് ഇന്ന് തുടക്കമാകുക. അല്പസമയത്തിനകം ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടുകൂടി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാകും. ഈ കഴിഞ്ഞ ദിവസം മുതലൊക്കെ തന്നെ വലിയ രീതിയിൽ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ഈ കലോത്സവങ്ങളും കലാപരിപാടികളും ഒക്കെ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് 8 മണിയോടുകൂടി നടൻ മോഹൻലാലാണ് കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുക. അതിനുശേഷം നന്ദഗോവിന്ദം ഭജൻസിന്റെ പരിപാടി ഉണ്ടാകും. അതിനുശേഷം 10 മണിയോടുകൂടി മറ്റ് കലാപരിപാടികളൊക്കെ കൂടിയായിരിക്കും ഈ പൊങ്കാല മഹോത്സവത്തിന്റെ തുടക്കം ആദ്യ ദിനമായ ഇന്ന് ഏതായാലും ഉണ്ടാകുക. അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് കേരളത്തിന്റെ സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമുള്ള ആളുകൾ, വിവിധ സംസ്ഥാനങ്ങളിലെ ആളുകളൊക്കെയാണ് നിലവിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷത്തേക്കാളും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ തിരക്കുണ്ടാകുമെന്ന് തന്നെയാണ് നിലവിൽ ഏതായാലും കരുതുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗമൊക്കെ ചേർന്നിരുന്നു. ഈ അവലോകന യോഗത്തിൽ കൃത്യമായ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കാനുള്ള നിർദ്ദേശമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് സംബന്ധിച്ച് തന്നെ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹത്തെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. 5000-ലധികം പോലീസുകാരെയാണ് ഈ ആറ്റുകാൽ ക്ഷേത്രത്തും പരിസരത്തും ഒക്കെയായി അനന്തപുരിയിൽ ഒട്ടാകെ വിന്യസിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ വനിതാ പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത് എന്നും ശ്രദ്ധേയമാണ്. അത് മാത്രമല്ല, മെഡിക്കൽ സൗകര്യങ്ങളൊക്കെ തന്നെ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട്. 10ഓളം ആംബുലൻസുകളാണ് ഈ ഒരു പൊങ്കാല മഹോത്സവത്തിന്, ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി ഇവിടെ പ്രവർത്തിക്കുക. ആരോഗ്യ വിഭാഗം ഡോക്ടർമാരുടെ ഒക്കെ തന്നെ സേവനം ഈ ക്ഷേത്ര പരിസരങ്ങളിലുണ്ട്. അതുപോലെ തന്നെ ഈ പല സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തരാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ യാത്രാ സൗകര്യത്തിനായി KSRTC ഏകദേശം 700ഓളം ബസ് സർവീസുകൾ ഒരുക്കിയിട്ടുണ്ട്. ഈ കേരള ടൂറിസ്റ്റ് ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ബസ്സുകൾ ഉൾപ്പെടെയാണ് നിലവിൽ ഏതായാലും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ശുചിത്വ ക്രമീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങളും ഒക്കെ തന്നെ നിലവിൽ ഏതായാലും ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്പസമയത്തിനകം ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടുകൂടി ഈ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാകും. മാർച്ച് 3-നാണ് പൊങ്കാല. 4 വരെ പക്ഷേ ഈ പരിപാടികളൊക്കെ തന്നെ ഉണ്ട്. ഏതായാലും നിലവിൽ ഈ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് ക്ഷേത്രത്തിലേക്കുണ്ട്. എല്ലാവരും ദേവിയെ കണ്ട് തൊഴുതുന്ന തിരക്കിലാണ് നിലവിലുള്ളത്. ഇന്ന് അല്പസമയത്തിനകം ഈ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാകും. വലിയ തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയോ ആതിര ഇപ്പോൾ തന്നെ? മായ, തീർച്ചയായും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ, ഇന്നാണ് പൊങ്കാല മഹോത്സവം തുടങ്ങുന്നതെങ്കിലും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ തിരുവനന്തപുരം നഗരത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള തിരക്കുകൾ ഉണ്ടായിരുന്നു. കാരണം നേരത്തെ വരികയാണെങ്കിൽ അത്രത്തോളം തിരക്ക് കുറവിൽ ദേവിയെ കണ്ട് തൊഴാം എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെയൊക്കെ ഒരു ധാരണ. അതുകൊണ്ട് തന്നെ നിലവിൽ ഏതായാലും വലിയ രീതിയിൽ ഭക്തജനങ്ങളൊക്കെ എത്തി തുടങ്ങുന്നുണ്ട്. അവർ അല്പസമയത്തിനകം കുറച്ചുകൂടി തിരക്ക്, വൈകുന്നേരമൊക്കെ അടുക്കുംതോറും തിരക്ക് വലിയ രീതിയിൽ വർദ്ധിക്കുമെന്നുള്ളത് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഏതായാലും ഇപ്പോഴും ഇവിടെ ഭക്തജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ്. ആതിരയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവം അല്പസമയത്തിനകം ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെയാണ് പൊങ്കാല മഹോത്സവത്തിന് ആരംഭമാവുക. ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇപ്പോൾ.